സ്വാഗതം തനിനാടൻ മലയാളി ന്യൂസ്. ഇത്തവണ T20 ലോകകപ്പിൽ മലയാളിയായ സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിക്കുന്നത് റിങ്കു സിംഗിന്റെ അച്ഛന് അസുഖം മൂർച്ഛിച്ചതിനാലാണ്. തുടർന്ന് ലോകകപ്പ് വേദി വിട്ട റിങ്കുവിന് പകരക്കാരനായാണ് സഞ്ജു സാംസൺ മത്സരത്തിനിറങ്ങുന്നത്. നമീബിയ ആയിരുന്നു സഞ്ജു ആദ്യം നേരിട്ടത്. 8 ബോൾ 22. തുടർന്ന് സിംബാബ്വെ 15 ബോൾ 24. വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 നോട്ട് ഔട്ട്. ഇംഗ്ലണ്ട് 89. ഒടുവിൽ ഫൈനലിലും 89. അതെ, ലോകകപ്പിൽ മാൻ ഓഫ് ദി സീരീസ് ആയ സഞ്ജു. റിങ്കു സിംഗിന്റെ അച്ഛന് രോഗം ബാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും സഞ്ജുവിനെ ഇങ്ങനെ കളിക്കാനും 3 മത്സരങ്ങളിൽ തുടർച്ചയായി ഇന്ത്യയെ വിജയത്തിലെത്തിക്കാനും സാധിക്കില്ലായിരുന്നു. രോഗം മൂർച്ഛിച്ച റിങ്കുവിന്റെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് തിരിച്ചു വന്നെങ്കിലും സഞ്ജുവിന്റെ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള 97 നോട്ടൌട്ട് പ്രകടനം വീണ്ടും റിങ്കു സിംഗിന് ടീമിൽ അവസരം ലഭിച്ചില്ല. കിട്ടിയ അവസരത്തിൽ റിങ്കു സിംഗിന്റെ പ്രകടനം തീർത്തും നിരാശാജനകമായിരുന്നു. റിങ്കുവിന്റെ അച്ഛന്റെ രോഗവും പെട്ടെന്നുണ്ടായ മരണവും സഞ്ജുവിന് മത്സരിക്കാനുള്ള വഴി തെളിയുകയായിരുന്നു. T20 ലോകകപ്പിനു മുന്നേ നടന്ന ന്യൂസിലാൻഡ് മത്സര പരമ്പരയിൽ നിറം മങ്ങിയ പ്രകടനമായിരുന്നു സഞ്ജുവിൻ്റേത്. ഒടുവിൽ ചേട്ടൻ ടീമിൽ ഉൾപ്പെട്ടത് ലോകകപ്പ് ടീം നേരത്തെ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം. കഴിഞ്ഞ ലോകകപ്പിലും സഞ്ജുവിന് കളിക്കാൻ ഇടം കിട്ടിയിരുന്നില്ല. സൈഡ് ബെഞ്ചിൽ ഇരിക്കാനായിരുന്നു വിധി. പക്ഷേ കഴിഞ്ഞ ലോകകപ്പ് കിരീടം നമുക്ക് തന്നെയായിരുന്നു. അതേസമയം ഇത്തവണ മത്സരത്തിൽ സഞ്ജുവില്ലായിരുന്നുവെങ്കിൽ സെമി കാണാതെ ഇന്ത്യ പുറത്തായേനെ. ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ലോകകപ്പ് മത്സരത്തിൽ തുടർച്ചയായി 3 കളിയും ജയിപ്പിച്ച് കിരീടം വാങ്ങി നൽകിയ ഒരു ഇന്ത്യൻ താരവുമില്ല. അതെ, സഞ്ജുവിനത് സാധിച്ചു. ദൈവത്തിന്റെ ബാറ്റ് സഞ്ജുവിന്റെ കയ്യിലായിരുന്നു. ആ ബാറ്റ് ആഞ്ഞടിച്ചു. വിജയം നമ്മുടേതായി. തുടർ തോൽവികളിൽ നിന്ന് ഉയർത്തിയെഴുന്നേറ്റത് ആ ബാറ്റിലായിരുന്നു. ചേട്ടന് 145 കോടി ഇന്ത്യൻ ജനതയുടെ സ്തുതി. നന്ദി, നമസ്കാരം. തനിനാടൻ മലയാളി ന്യൂസ്, സ്പോർട്സ് ഡെസ്ക്.